അന്യ സമുദായത്തിൽപ്പെട്ട അന്യ മതത്തിൽപ്പെട്ട ഒരു ചെറുക്കനെ 9ാം ക്ലാസ് മുതൽ ഒരു പെൺകുട്ടി പ്രേമിക്കാൻ തുടങ്ങുന്നു. ഉമ്മാൻ്റെ പ്രിയപ്പെട്ട മകൾ, അവളുടെ സ്വഭാവം അതുമുതൽ മാറുകയാണ്. ആ സ്വഭാവം മുഴുവൻ മാറി ഈ ചെറുക്കനെ കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പം അവൻ ഹിന്ദുവല്ല, മുസ്ലിമല്ല, ക്രിസ്ത്യാനിയുമല്ല. കേരളത്തിലെ ഒരു മതത്തിലും അവനില്ല. അവൻ പറഞ്ഞത് ഞാൻ സ്വതന്ത്ര ചിന്തകനാണ് എന്നാണ്. ഈ പെൺകുട്ടിയോട് അവൻ പറഞ്ഞു, എനിക്ക് മതമില്ല, നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം, ലക്കും ദീനുക്കും വലിയ ദീൻ. ആ ചെക്കനെ പഠിപ്പിച്ചു കൊടുത്ത കുട്ടിക്ക്. അതുകൊണ്ട് നീ പള്ളിയിൽ പോകുന്നതിന്, നീ നിസ്കരിക്കുന്നതിന്, നോമ്പ് നോൽക്കുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ട് എന്നെ നീ കെട്ടിയാൽ നിനക്ക് സ്വതന്ത്രമായി ജീവിക്കാം. സ്വാതന്ത്ര്യം കണ്ടോ? ഈ പെൺകുട്ടി അവൻ്റെ കൂടെ നിൽക്കണ്, കട്ടക്ക് നിൽക്കുക. ഒരു നിലക്കും പിന്മാറാതെ ഈ പെൺകുട്ടി വീട്ടിലൊരു ശല്യമായിട്ട് മാറിയപ്പോൾ ആ പെൺകുട്ടീൻ്റെ ഉപ്പ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ അവൻ്റെ കൂടെ പോയി ജീവിക്കണോ നിനക്ക്? അവൾ പറഞ്ഞു, വേണം, എങ്കിൽ നിനക്ക് പോവാം. പാപ്പ തടയില്ല, ഉമ്മ തടയില്ല, മോക്ക് പോവാം, അവൻ്റെ കൂടെ ജീവിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറയാ, അങ്ങനെ ഞാൻ പോവില്ല, എനിക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട്, ഞാൻ പോവില്ല. ആരാ പറയണ്? ഈ പെൺകുട്ടി. എന്നിട്ട് വാപ്പാനോട് അവൾ ചോദിക്കുക, എന്തിനാ എന്നെ ഉണ്ടാക്കിയത്? വാപ്പ അന്തം വിട്ട് നിൽക്കുക. ശരിയാണ്, അവളുടെ പെർമിഷൻ വാങ്ങാതെയാണല്ലോ ഉണ്ടാക്കിയത്. ഉമ്മയോട് ചോദിക്കുക, എന്നെ എന്തിനാ നിങ്ങൾ പെറ്റത്, എന്തിനാ പോറ്റിയത്? ഉമ്മ അന്തം വിട്ട് നിൽക്കുക. ശരിയാണ്, ഓളെ പെർമിഷൻ വാങ്ങിയിട്ടില്ല. എന്താ ബാപ്പി ഉമ്മയും ചെയ്യുക? ആകെ മടുത്ത് വെറുത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ജീവിതത്തിൻ്റെ മുഴുവൻ ആസ്വാദനവും നഷ്ടപ്പെട്ടു ആ വീട്ടിൽ. ഒരു പ്രശ്നം, ഒരു ദിവസം ബാപ്പയും മോളും തമ്മിൽ അടിപിടിയായി വീട്ടിൽ. ദേഷ്യം പിടിച്ച മകൾ ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരൊറ്റ പോക്കാ പെൺകുട്ടി ഇറങ്ങിയിട്ട് ആ ഉമ്മ ലൊഹറ് നിസ്കരിച്ച് നിസ്കാരപ്പായിലിരുന്നിട്ട് അറിയാതെ പടച്ചവനോട് പ്രാർത്ഥിച്ചു പോയി, പടച്ചോനെ ആ പെണ്ണ് തിരിച്ചു വരരുതിട്ടോ എന്ന്. മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടും ആ കുട്ടിയെ കാണാതെ ആയപ്പോൾ ബാപ്പ മനസ്സിൽ കരുതി, എവിടെങ്കിലും പോയി ഒന്ന് മരിച്ചു കിട്ടി, മയ്യത്താണ് പുരയ്ക്ക് കൊണ്ടിരുന്നെങ്കിൽ രക്ഷപ്പെട്ടിരുന്നു പടച്ചോനെ. സ്വന്തം പെറ്റുപോറ്റി വളർത്തി 19 കൊല്ലം സ്നേഹിച്ച ഒരു പെണ്ണിനെ കുറിച്ച് ഒരു ഉമ്മയും ബാപ്പയും ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ എന്തായിരിക്കും ആ കുട്ടി ആ വീട്ടിലുണ്ടാക്കിയ ഒരു 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 പ്രശ്നം എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന പെൺകുട്ടികളും ഉമ്മമാരൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ അവരുടെ പ്രാർത്ഥന ഒന്നും പടച്ചോൻ കേട്ടില്ല. 7:30 മണിയായപ്പം അതാ കയറി വരുന്ന പെണ്ണ്. വീണ്ടും ഉമ്മാൻ്റെ മുഖമൊക്കെ ആകെ കറുത്തു, ബാപ്പ ആകെ നിരാശയിലായി. ഒരു മയ്യത്ത് പ്രതീക്ഷിച്ച് നിന്ന അവർക്ക് ജീവനോടെ മകൾ തിരിച്ചെത്തിയപ്പോൾ മനസ്സിനകത്തൊരു വിഷമം തോന്നിയെങ്കിൽ എൻ്റെ പ്രിയമുള്ള മക്കളെ, ഉമ്മമാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സ്ത്രീകളോടാണ് ഞാൻ സംസാരിക്കണേ. ജീവിതത്തിൻ്റെ ആസ്വാദനം അവിടെ നഷ്ടപ്പെടുകയാണ്. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടത് 3 സാധനം. അതിനപ്പുറത്തേക്കൊക്കെ ഇതിൻ്റെ കൂട്ട വേണ്ട സാധനങ്ങളാണ്. ആകെ 3 സാധനം മതി മനുഷ്യന്, പെണ്ണിനും ആണിനും ഒക്കെ. അതെന്താണെന്നറിയോ? 1 സന്തോഷമാണ്, 2 മനസ്സമാധാനമാണ്, 3 സംതൃപ്തിയാണ്. ഇത് 3ഉം സൂപ്പർ മാർക്കറ്റിൽ കിട്ടൂല. പിന്നെന്ത് ചെയ്യും? അപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ, സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ നിലവാരം അളക്കണമെങ്കിൽ വീടിൻ്റെ വലുപ്പമല്ല നിലവാരത്തിൻ്റെ സൂചിക. നിങ്ങളുടെ വീട്ടിൽ എത്ര റൂം AC ഉണ്ട് എന്നതല്ല, സ്റ്റോർ റൂമിൽ നെയ്ച്ചോറിൻ്റെ അരി എത്ര കിലോ ഉണ്ട് എന്നതുമല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയുടെ സൂചന. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷവതിയാണോ? എങ്കിൽ നിങ്ങളാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പന്ന. നിങ്ങൾ സംതൃപ്തയാണോ? നിങ്ങളാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പന്ന. നിങ്ങൾക്ക് സമാധാനമുണ്ടോ? നിങ്ങളാണ് ഏറ്റവും വലിയ സമ്പന്ന. ഇത് 3 ഉണ്ടോ എങ്കിൽ നിങ്ങൾ മക്കളെ പോറ്റിയാൽ മക്കൾ ശരിയാവും, ഭർത്താവിനോട് ഇടപഴകിയാൽ ഭർത്താവ് ശരിയാകും, അമ്മായിയമ്മയോട് ഇടപഴകിയാൽ അമ്മായിയമ്മ ശരിയാകും. പക്ഷേ ഈ സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്, കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണങ്ങളിലൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ അസംതൃപ്തിയും സന്തോഷമില്ലായ്മയും മനസമാധാനമില്ലായ്മയുമാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബം നന്നാക്കണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കുന്നു എങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾ വേണ്ടത് സംതൃപ്തരാവുക, സന്തോഷവതിയാവുക, പിന്നെ സമാധാനം ഉണ്ടാവുക എന്നതാണ്. ഇതുണ്ടോ?
ആരാണ് ഇത് തകർക്കുന്നത്? നമുക്കിതില്ലെങ്കിൽ ആരാ തകർക്കുന്നത്? നിങ്ങൾ ചിന്തിക്കണം. തകർക്കുന്നവർ ശ്രദ്ധിക്കണം, അവർ ചിന്തിക്കണം. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായ വഴിയിൽ നടക്കും. ആണിൻ്റെ കൂടെ ജീവിക്കാൻ ആണിനെ അറിയണം, പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ പെണ്ണിനെയും അറിയണം. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഈ കുടുംബം, ശക്തമായി കുടുംബ സംവിധാനം എപ്പോഴും നിലവിലുണ്ട്. പക്ഷേ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരൊറ്റ മനുഷ്യനും ആണിനും പെണ്ണെന്താണെന്ന് അറിയില്ല, ഒരൊറ്റ പെണ്ണിനും ആണെന്താണെന്നും അറിയില്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലും, കല്യാണം അങ്ങോട്ട് കഴിക്കും. എന്നിട്ട് അസംതൃപ്തിയോടെ, സന്തോഷമില്ലാതെ, സംതൃപ്തിയില്ലാതെ, സമാധാനമില്ലാതെ അങ്ങനെ ജീവിച്ചു പോകും. എന്നിട്ടോ കല്യാണം കഴിച്ച് 1-1.5 കൊല്ലം കഴിയുമ്പോൾ ഒരു കുട്ടിയാവും. പിന്നെ ഈ പെണ്ണ് ജീവിക്കണത് ആർക്കാ വേണ്ടിയാ? കെട്ടി കുട്ടികളായി പെട്ടു, നീ ഇങ്ങനെ പോട്ടെ. കൗൺസിലിങ്ങിന് വന്ന് പറയും കുട്ടി ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ അപ്പൊ അയാൾ വന്ന് പറയും മോനായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ പറയും മോനെ നമ്മളെ എത്തിക്കാനെ ചേർത്താ, അല്ലെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ എന്താ ഒരുമിച്ച് പോവില്ലായിരുന്നു എന്നാ. അപ്പൊ ഇവർ ഒരുമിച്ച് പോകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ 2 കുട്ടികൾ ജീവിതത്തിൽ ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് ഒരു തരം അഗ്ലി അഡ്ജസ്റ്റ്മെന്റാ പിന്നെ ജീവിതം, ഭാര്യയും ഭർത്താവും. എന്നിട്ട് ഈ 2 കുട്ടികൾ നന്നാവുമോ? സ്വതന്ത്ര ചിന്തകനെ പ്രേമിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ കുട്ടി കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പം എന്നോട് ചോദിച്ച ചോദ്യം, ദീനുള്ള ബാപ്പയും ദീനുള്ള അമ്മയാണ് എൻ്റെ അമ്മയും ബാപ്പയും, പക്ഷേ എപ്പോൾ നോക്കിയാലും ഒരു കച്ചറയുള്ളൂ. പിന്നെ ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഒരു ദീനുള്ളവനെ കിട്ടുകയെന്നാ? ആ കുട്ടീൻ്റെ ചോദ്യത്തിന് ആ ബാപ്പാക്ക് ഉത്തരമില്ല, ഉമ്മാക്ക് ഉത്തരമില്ല. ബാപ്പ ദേഷ്യം പിടിക്കുമ്പോൾ ഉമ്മാനെ തല്ലും, ഉമ്മ അത് കൊള്ളും, സങ്കടപ്പെടും, കരയും. തിരിച്ചടിക്കാൻ ഉമ്മാക്ക് കായികമായ ബലം കുറവാണ്. ഒരു മെലിഞ്ഞൊരു തള്ള, നല്ലൊരു ചങ്ങായി, അടിക്കാൻ കഴിയില്ല. മൂപ്പരെ അടിക്കുക, അവൾ കൊള്ളുക, സങ്കടപ്പെടുക, മക്കളിത് കാണുക. എന്നിട്ട് എങ്ങനെ ജീവിക്കുക? അപ്പൊ അവൾ ചോദിക്കുന്ന ചോദ്യം, ഈ ദീന് ഈ പെണ്ണിനെ തല്ലണതാണോ ഇയാളുടെ ദീന്? ആ പെൺകുട്ടി ചോദിച്ച ചോദ്യമാണ്. ഞാൻ പറഞ്ഞു അല്ല. പിന്നെ എന്ത് ദീനാ നിങ്ങൾ ഈ പറയണത്? എൻ്റെ വാപ്പ തല്ലുമ്പോൾ ആ തല്ലും കൊണ്ട് ഏതെങ്കിലും ഒരു മൂലക്കൽ തട്ടത്തിൻ്റെ കരയും കടിച്ച് സങ്കടമൊതുക്കി ഇരിക്കുന്നതാണോ നിങ്ങൾ ഇസ്ലാമിലെ പെണ്ണ്? ഞാൻ പറഞ്ഞു അല്ല. ഇന്നെന്നാ വലിയ വർത്താനൊന്നും പറയണ്ട, സ്വതന്ത്ര ചിന്തയാണ് ഇതിലും നല്ലത് അല്ലേ? നിങ്ങളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻ കുറവാണ്. എന്ത് ഉമ്മ എത്ര വാപ്പൻ്റെ തല്ലിട്ടാണെങ്കിലും നിങ്ങൾ ചിന്തിക്കുക എന്താണെന്നറിയോ? ഇതുപോലൊരു ജീവിതം എനിക്കുണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കും. വേറൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങളുടെ കുട്ടിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മൊബൈൽ ഫോണാണ്. അതിൽ അവൾ കാണുന്നത് ദുനിയാവാണ്, വേറെ ജീവിതങ്ങളെയാണ്, വ്ളോഗാണ്. ഇതൊക്കെ കണ്ടിട്ട് ഈ കുട്ടി ഇങ്ങനെ കമ്പയർ എടുത്താണ്. ബാപ്പ സെൽഫി, ഉമ്മ സെൽഫി, തല്ലും പിടിയും. സ്വതന്ത്ര ചിന്തകൾ അടിച്ച് പൊളിക്കണ്, എവറസ്റ്റ് കയറിന്, പശ്ചിമഘട്ടം കയറിന്, ഡൽഹി പോകണ്, വ്ളോഗ് ഉണ്ടാക്കണ്. ഓൻ്റെ മടിയിലിരിക്കണ്, ഓളെ മടിയിലിരിക്കണ്, ഓൻ കാർ ഓടിക്കണ്, കുറച്ച് കഴിഞ്ഞ് ഓള് കാർ ഓടിക്കണ്. ഇതൊക്കെ കാണുമ്പോൾ ഈ കുട്ടി ചിന്തിക്കും ഇതാണല്ലോ അടിപൊളി അല്ലേ, ഇതെന്തത് ചിന്തിക്കില്ലേ? നിങ്ങളുടെ കുട്ടിയുടെ മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷനാണ് നിങ്ങളുടെ കുട്ടിയെ തെറ്റിച്ച് കളയുന്നത്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഏറ്റവും മികച്ച ജീവിതം നമ്മുടേതാണെന്ന് കാണിച്ചു കൊടുത്താൽ നിങ്ങളെ കുട്ടി നന്നാവും. കോളേജിലൊക്കെ എത്തുമ്പോൾ കാണുക അതാ, എന്തോ ഒരു രസമാണ് ഓരോ ആൾക്കാർ ജീവിക്കണമൊക്കെ. അവർ ജീവിതം അങ്ങനെ അടിച്ചു പൊളിക്കാണ് ഹറാമിൻ്റെ വഴികളിലൂടെ. പാട്ടും ഡാൻസും കളികളും ന്യൂ ഇയർ ആഘോഷവും കേക്ക് മുറിക്കലും ബർത്ത്ഡേ ആഘോഷവും ഒക്കെ സ്റ്റാറ്റസാണ്. ഇതൊക്കെ കുട്ടി കാണുന്നത്. നിങ്ങൾക്കൊന്നും പറ്റൂല, എന്നാലോ മര്യാദ കേൾക്കുമോ വാപ്പിയമ്മയും? പിന്നെ ഇങ്ങനെ കുട്ടി തെറ്റിപ്പോവാതിരിക്കുക. അവിടെയാണ് നാം ചിന്തിക്കേണ്ട ഏറ്റവും വലിയ ചിന്ത വരേണ്ടത്. നമ്മൾ ജീവിക്കേണ്ടത് ഈ സംതൃപ്തിയോട് കൂടിയാണ്. മക്കളായി എന്നത് ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള വഴിയേ അല്ല, കഴിയില്ല അങ്ങനെ. അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണിനെ മനസ്സിലാക്കണം, പെണ്ണിനെ മനസ്സിലാക്കണം. ആണ് പെണ്ണിനെ അറിയണം, പെണ്ണ് ആണിനെയും അറിയണം. എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരോട്, നിങ്ങൾക്ക് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്താ കിട്ടേണ്ടത്? എന്താ? പൈസ? അതിനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, എനിക്കറിയാം. പിന്നെ എന്താ ഞങ്ങൾക്ക് കിട്ടേണ്ടത്? എന്താ? ഞാൻ പറയട്ടെ, സ്നേഹം അല്ല, സെക്സ് അല്ല, പണം അല്ല, അല്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊതിക്കുക എന്താണെന്നറിയോ പെണ്ണുങ്ങൾ? 1 പരിഗണന, 2 സമയം,
ഇത്തിരി ഒന്ന് എൻ്റെ അടുത്ത് ഇരുന്നൂടെ മൂപ്പർക്ക്. പക്ഷെ മൂപ്പര് നിങ്ങൾക്ക് തരാതൊക്കെ ഇത് രണ്ടുമാണ്. അപ്പൊ പെണ്ണ് കൊതിക്കുന്ന ഏറ്റവും വലിയ സാധനം എന്നെ സ്നേഹിക്കണം എന്നൊന്നുമല്ല, സ്നേഹിക്കണം എന്നൊന്നുമല്ല കൊതിക്കൂല. സ്നേഹത്തിൻ്റെ അപ്പുറത്ത് പെണ്ണ് കൊതിക്കുന്ന സാധനം പരിഗണനയാണ്. എന്നെ മൂപ്പരെ പെണ്ണായിട്ടൊന്ന് പരിഗണിച്ചൂടെ, ഞാനും ഒരു ഭാഗമായിട്ടൊന്ന് പരിഗണിച്ചൂടെ. നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ബെഡ് പാർട്ട്ണർ, ബെഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണറാണ് ജീവിതത്തിൻ്റെ. പക്ഷെ പെണ്ണിനെ ഒരിക്കലും പരിഗണിക്കാൻ ആണിന് കഴിയില്ല, ആണ് മറന്നു. ഇനി ആണിനെന്താ വേണ്ടത്? പെണ്ണിന് വേണ്ടത് എന്താ? പരിഗണന. അപ്പൊ ഈ പെണ്ണെന്താ ചിന്തിക്കാന്നറിയോ? മൂപ്പർക്കും പരിഗണനയായിരിക്കും വേണ്ടത് എന്നാ ചിന്തിക്കുക. നമുക്ക് വേണ്ടതാണല്ലോ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. പക്ഷെ ആണ് ഒരിക്കലും പരിഗണന വേണം എന്ന് ചിന്തിക്കില്ല. ആണിൻ്റെ മനഃശാസ്ത്രം, ആണിൻ്റെ ഒരു രീതി, ആണ് ചിന്തിക്കുക എപ്പോഴും അംഗീകാരമാണ്. മൂപ്പരങ്ങനെ അംഗീകരിക്കണം. ആണിൻ്റെ ഒരു അധികാരത്തെ അത് അംഗീകരിക്കണം. അംഗീകരിക്കാതെ മൂപ്പര് അടങ്ങൂല. വലിയ വമ്പത്തരൊക്കെ ഇങ്ങനെ പറയും. മൂപ്പര് വീട്ടിൽ വന്നിട്ട് ഞാൻ പോയപ്പോണ്ടല്ലോ അവിടെ പ്രശ്നം, ഞാനങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ നോക്കിയപ്പോണ്ടല്ലോ ഞാനങ്ങോട്ട് ഇടപെട്ട് ഞാൻ വന്നില്ലെങ്കിൽ ഇങ്ങനെ പറയും. അതിങ്ങനെ കേട്ടാൽ മതി. അതിങ്ങനെ കേട്ടാണ്ട് നിങ്ങളൊരു വലിയ ആള് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ്, അവിടെ കഴിഞ്ഞ്. മൂപ്പര് അംഗീകരിച്ചില്ല. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും മൂപ്പര് തിരിച്ചു വരില്ല. മൂപ്പര് എന്താ ചിന്തിക്കണേ അറിയോ? എന്താ ഓക്കെ തന്നെ അംഗീകരിച്ചാൽ. പിന്നെ ഉടയ്ക്കാൽ ഇത്ര എരപ്പ ഒരു ജന്തു വേറില്ല. ഉടയ്ക്ക കഴിഞ്ഞ് അത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയല്ല. 2 പൂവൻ കോഴികൾ കൊത്തു തുടങ്ങിയാൽ ഒന്ന് ചത്താലേ നിർത്തൂ. 2 മുട്ടനാടുകൾ കുത്താൻ തുടങ്ങിയാൽ ഒന്ന് വീണാലേ നിൽക്കൂ. ഓക്കെ, നിങ്ങൾ ഏത് ജന്തു നിങ്ങൾ എടുത്തോ, ആണുങ്ങൾ ഭയങ്കര പ്രശ്ന. ദേഷ്യം പിടിച്ചോ ഈറ്റിങ്ങളെ പിടിച്ചാൽ കിട്ടൂല. 2 കാടമ്പൂച്ച നേർക്ക് നേരെ വന്ന ഒച്ചയും പുളി നായാട്ടും 2 മാറൂല, നിന്നോടത്ത് നിൽക്കും. നിങ്ങളുണ്ടില്ലേ? അവസാനം നമ്മൾ വന്നുകൊണ്ട് എറിഞ്ഞ് പൈപ്പിക്കണം. എന്നാലും പോവും പിന്നെ ഒന്നൊന്നിനാക്കി കച്ചറുണ്ടാക്കാൻ വിടൂല. കാച്ചറുണ്ടാക്കിയ ഇമ്മാതിരി ഒരു എരപ്പ് ജാതി വേറല്ല. ഇത് പെണ്ണ് മനസ്സിലാക്കൂ. ആക്കോ? എവിടെ മനസ്സിലാക്കണം? കണ്ടോ നിങ്ങള്? അപ്പൊ ആണ് കൊതിക്കണത് എന്താ? അയാളൊന്ന് അംഗീകരിച്ചാൽ മതി. അങ്ങൾ തന്നെ വലിയ ആള്, അങ്ങൾ തന്നെ. ഓക്കെ, നിങ്ങൾ എത്തിയില്ലെങ്കിൽ ഉണ്ടല്ലോ അവിടെ ആകെ പ്രശ്നമായി. ശരി, കഴിഞ്ഞ്. മൂപ്പര് പിന്നെ അയിമല് നിന്ന്. നിങ്ങൾ കണ്ടില്ലേ പണ്ട് കാലത്ത് കോടതികൾക്കൊന്നും ഇത്ര പങ്കില്ല. എന്ത് പ്രശ്നവും നാട്ടിലെ കാരണവരാണ് ഈ പ്രശ്നമൊക്കെ തീർക്കുക. കാരണവരെ കൊലായി കയറിയിരുന്ന് പ്രശ്നം പറയും, അയാളൊരു പറയും, തീരും. പക്ഷെ ഈ കാരണവർ വലിയ സംഭവമായിട്ട് ഇങ്ങനെ ഇരിക്കും കൊലായിൽ. പക്ഷെ അകത്തുനിന്ന് ചില നേരത്ത് പെണ്ണ് അകത്തുനിന്ന് അയാളുടെ ഭാര്യ ഒരു വിളിയാ, മൂപ്പരകത്ത് കണ്ട് പോയി തിരിച്ചു വരുമ്പോഴേക്ക് തീരുമാനം മാറിയിട്ടുണ്ടാവും. അയാളെ കൃത്യമായി മാനേജ് ചെയ്യാൻ ആ പെണ്ണിനറിയാം. നിങ്ങൾക്കറിയാതെ പോയ ഒരു സാധനം എന്താ അറിയോ? ആരും കേൾക്കണ്ട, മാനേജ്മെൻ്റാണ്. ഒന്നും മാനേജ് ചെയ്യാൻ അറിയില്ല. കുറേ തിന്നാണ്ടാക്കാൻ അറിയാം, ഭാര്യ വലിച്ച് തിന്നാൻ അറിയാം, വേറെ നിങ്ങൾക്ക് അറിയാം. പാത്രം കേൾക്കാനും തുടയ്ക്കാനും നിലടിച്ച് തരാനും മുറ്റടിച്ച് തരാനും. എന്നിട്ട് എനിക്കെന്തരേ ഇവിടെ പണി? ഇതല്ല നമ്മളെ പണി. നമ്മുടെ പണി ഇത് മാനേജ് ചെയ്യലാണ്. ഓരോരുത്തരെയും മനസ്സിലാക്കിയിട്ട് അയാൾക്ക് വേണ്ട പണി കൊടുക്കലാണ്. ഒരു കമ്പനിയുടെ മാനേജറാണ് ഞാനെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? ആദ്യം ആ കമ്പനിയിൽ എത്ര ആൾക്കാരുണ്ടാവും നോക്കുക. എന്നിട്ട് ഓരോരുത്തരും എന്തിനു പറ്റുമെന്ന് ആദ്യം പറയും. റൈറ്റ് ജോബ് ഫോർ ദ റൈറ്റ് പേഴ്സൺ എന്ന മാനേജ്മെന്റ്. പച്ചണ പണി പച്ചനോട് കൊടുക്കും. കണ്ടോ? നിങ്ങൾ ആരാന്നറിയോ? ആരാ? പെണ്ണാരാ? നിങ്ങൾ വീട്ടിലാരാ? വെപ്പുകാരി ആണോ? തൂപ്പുകാരി ആണോ? നിങ്ങളെന്താ ശരിക്കും? നിങ്ങൾ ഇന്നെ നോക്കാതെ നിങ്ങൾ പറഞ്ഞുതരും എന്താന്ന്. നിങ്ങൾ ശരിക്കും ആരാന്നറിയോ? നിങ്ങളാണ് വീട്ടിൻ്റെ മാനേജർ. ഭർത്താവാണ് MD. MD അങ്ങനെ കസേര കിടന്ന് തിരിയും. കാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ടി നിങ്ങളാണ്. അയാൾ ആ തിരിച്ചിൽ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ MDനെ പോയി ചീത്തരാൻ നിൽക്കരുത്. മൂപ്പരാണ് അംഗീകരിച്ചാൽ മതി. സർ ഓ മൂപ്പരിയായിരിക്കും ഞാനാ വലിയ ആളെന്ന്. ആ തിരിഞ്ഞോട്ട് അവിടെ കിടന്നിട്ട് മൂപ്പര് ആ കസേര അങ്ങനെ തിരിഞ്ഞോട്ടെ, നല്ല തിരിഞ്ഞൊരു കസേര വാങ്ങിക്കൊടുത്ത് AC കിട്ടും. മൂപ്പരവിടെ ഇരുത്തും, വല്ലാതെ എണീപ്പിക്കൂല. എണീറ്റാ പ്രശ്നമാണ്, കുന്തുച്ചങ്ങായി കരയുണ്ടാവില്ല. ഒരു 2 അയില 4 കഷ്ണമാക്കി മുറിച്ച് കൊണ്ടുവന്ന് കറി വെക്കണമെങ്കിൽ എത്ര വെള്ളം വേണം? നിങ്ങൾ MDനോട് ചോദിച്ചു നോക്ക്. ചങ്ങായിക്ക് അറിയോ? ഇത് അറിയോ? എങ്ങനെ നിലം തുടയ്ക്കേണ്ടത് മൂപ്പർക്ക് അറിയോ?
മൂപ്പര് എം ഡിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തിരിണ കസര വാങ്ങിയോണ്ട് ഇരുത്തുക. ഇടയ്ക്കിടയ്ക്ക് പോയിക്കാണ്ട് മൂപ്പര് സാർ സാർ കഴിഞ്ഞു ബഹുമാനിച്ച് നിർത്തിയാൽ മതി. ബാക്കിയെല്ലാം ചെയ്യുക മാനേജർമാരാണ് എല്ലാം. എന്താ ഗൾഫിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം ലുലു സൂപ്പർ മാർക്കറ്റ്. എത്ര ലുലു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി യൂസുഫ് അലിയെ നോക്കണേ ആണോ? ഓരോ ദിവസം യൂസുഫ് അലി ഒരു സൂപ്പർ മാർക്കറ്റ് എല്ലാം റെഡി അല്ലേ നോക്കുക. എവിടൊക്കെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് കൂടി യൂസുഫ് അലിക്ക് അറിയില്ല. ഇതെല്ലാം നോക്കണത് ആരായിരിക്കും? ഒരു മാനേജർ അല്ലേ? എന്നാലും യൂസുഫ് അലി വരുമ്പോഴോ സിരിയണ കസരട്ട് എടുത്ത് ഉപ്പരോടെ എടുത്ത് ബഹുമാനിക്കും. ഇതാ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആരാ വീട്ടിലെന്നറിയോ? മാനേജറാണ്. എല്ലാ ബന്ധങ്ങളെയും ഇണക്കി ചേർക്കേണ്ടത് നിങ്ങളാണ്. ആ ബന്ധങ്ങൾക്ക് മുഴുവൻ ശക്തി കൊടുക്കേണ്ടത് നിങ്ങളാണ്. ആരെ എന്തിനു പറ്റും എന്ന് കൃത്യമായി പണിയെടുപ്പിക്കേണ്ടത് നിങ്ങളാണ്. ഉമ്മ സന്തോഷിച്ചാൽ വീട് സന്തോഷിച്ചു. ഉമ്മ സംതൃപ്തമായാൽ വീട് സംതൃപ്തമായി. ഉമ്മ സമാധാനപ്പെട്ടാൽ വീട് സമാധാനത്തിൻ്റെ ഗേഹമായി. ബാപ്പ എത്ര ചിരിച്ചിട്ടും വീട് ചിരിക്കൂല. ഞങ്ങളുടെ ഭർത്താവ് വീട്ടിൽ നിന്നാണ്ട് ഹ ഹ ഹ മക്കളൊക്കെ ചോദിക്കും ബാപ്പാക്ക് എന്തോ കുഴപ്പമുണ്ടമ്മ ഇല്ലേ ചോദിക്കൂലേ? ബാപ്പ എത്ര സമാധാനിച്ചിട്ടും കാര്യമില്ല. വീടിൻ്റെ കൃത്യമായ ഭരണം, അതിൻ്റെ മാനേജ്മെന്റ് നിങ്ങളുടെ കയ്യിലാണ്. ആ നിങ്ങൾ സന്തോഷിച്ച ഉമ്മ ചിരിച്ചാൽ കുട്ടികൾ ചിരിച്ചു. ഉമ്മ ഹാപ്പിയാണെങ്കിൽ കുട്ടികൾ ഹാപ്പിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഉമ്മ ദേഷ്യം പിടിച്ചാലോ? ചിന്തിച്ചു നോക്കി ഞങ്ങൾ. ഉമ്മ വെറീഡാണെങ്കിലോ? അപ്പൊ വീട്ടിനകത്ത് ആകെ വേണ്ടത് എന്താണെന്നറിയോ? എന്താ? മാനേജർ ഓക്കെ ആവണം. അപ്പൊ കുടുംബം മഹത്തരം. മാനേജർ ഓക്കെ അല്ലെങ്കിലോ കഴിഞ്ഞ കഥ അല്ലേ? ഇന്ന് ഈ മാനേജറുടെ സ്ഥിതി എന്താ? ഈ മാനേജറുടെ അവസ്ഥ എന്താ? ഈ മാനേജർക്ക് അള്ള കൊടുത്ത ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ഒരു പെണ്ണിൻ്റെ ഒരു മാസം എന്നത് 28 ദിവസമാണ്. ഒരു പെണ്ണിൻ്റെ ഒരു മാസം 28 ദിവസത്തെ മെൻസ്ട്രൽ സൈക്കിളാണ് ഒരു പെണ്ണ്. ഈ പെണ്ണിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക? നിങ്ങൾക്ക് 28 ദിവസത്തെ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുക വട്ടത്തിൽ. എന്നിട്ട് അതിന് 4 ആക്കി മുറിക്കുക. 7 7 7 7 അപ്പം 28ആയി അല്ലേ? ഈ ഓരോ 7 ദിവസവും ഈ മാനേജറിന്റെ സ്വഭാവം മാറും. ഇത് വലിയ പ്രശ്നം അല്ലേ? മെൻസ്ട്രൽ സൈക്കിളിന്റെ മെൻസ്ട്രേഷൻ സമയത്ത് 7 ദിവസം ഈ പെണ്ണിന്റെ സ്വഭാവം കുറച്ച് പ്രശ്നമായിരിക്കും. മക്കൾക്കൊക്കെ കുറച്ച് തല്ലിട്ടും പാപ്പയേറ്റ് കടിപിടി നായാട്ടുണ്ടാവും. എന്നാൽ ഈ ചങ്ങായി മനസ്സിലാക്കേണ്ട ഈ പെണ്ണിന് ഇതാ അവസ്ഥ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറയുന്നു, അവളുടെ ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ യു പ്ലീസ് വെയിറ്റ്, തിരിഞ്ഞിട്ട് വരുമ്പോൾ ശരിയായിക്കോളും. ഇതാണ് പുരുഷനോട് പറഞ്ഞത്. എന്നാൽ ഈ ചങ്ങായിക്ക് ഇത് മനസ്സിലാവണ്ടേ? ഓൻ പേരും കച്ചറ. അതിങ്ങനെ തിരിഞ്ഞ് 7 ദിവസം കണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സ്വഭാവം എന്തോ ഒരു ചക്കര സ്വഭാവമായിരിക്കുന്നത്. എന്താ ഇതൊരു സ്വഭാവമായിരിക്കുന്നത്. പിന്നെ അത് തിരിഞ്ഞ് 7 ദിവസം പാപ്പ ഭർത്താവൊക്കെ വിചാരിക്കും ഔ നന്നായി ഇനി ഒന്ന് ജീവിക്കണം. അപ്പോഴേക്കതാ 7 ദിവസം കഴിയണം. അങ്ങനെ സ്വഭാവം ഇടക്കായി വരും. ഒരു പുര 4 പെണ്ണുങ്ങളുണ്ടെങ്കിലോ ഒന്നിന് ആദ്യത്തെ 7, രണ്ടാമത്തെ 7, രണ്ടാമത്തേന് ഒന്ന് സന്തോഷത്തിലാകുമ്പോൾ മറ്റേ വിലങ്ങനെ, മറ്റേത് ശരിയാകുമ്പോൾ ഇതിങ്ങനെ. ഇതൊരിക്കലും ശരിയാവില്ല. ഇനി എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരേ സൈക്കിൾ വന്നാലോ ആ പുര അടിച്ചങ്ങോട്ട് പിരിയേണ്ടി വരും. മാനേജറും പ്രശ്നമാണ് അല്ലേ? അപ്പോൾ ഈ പെണ്ണിനെ എപ്പോഴാണോ പുരുഷൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പ്രശ്നം തീരും. ഇതിങ്ങനെ ചൊറിയാൻ തുടങ്ങും. ഭർത്താവിന് ഇങ്ങനെ ചൊറിയാൻ തുടങ്ങുമ്പോൾ ഭർത്താവ് മനസ്സിലാക്കണം സമയം തുടങ്ങി. നിങ്ങൾ ഒന്നിട്ട് മാറിക്കൊടുത്താൽ മതി. ഇങ്ങനെയുള്ളോ ഈ കണ്ണൂർ ബസ് ഇങ്ങോട്ട് മറ്റേ ബസ്സിനെ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയ കാറൊക്കെ അങ്ങോട്ട് മാറിക്കൊടുക്കുമല്ലോ. നിങ്ങൾ കണ്ടില്ല? നിങ്ങൾ ഏതെങ്കിലും മൂലക്കൊക്കെ ആക്കി കൊടുക്കാതെ പോയിക്കോട്ടെ. കണ്ടോ നിങ്ങൾ? ഇത് പെണ്ണിനെ ആണ് മനസ്സിലാക്കില്ല, ആണിനെ പെണ്ണ് മനസ്സിലാക്കില്ല. അപ്പം ആണിന് എന്താ വേണ്ടത്? അംഗീകാരം. നിങ്ങൾക്കോ? നിങ്ങളെങ്ങനെ അംഗീകരിക്കണമെന്ന് നിങ്ങൾ പറയില്ല അല്ലേ? അതൊന്നും പറയില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പരിഗണിക്കണം. അപ്പം ആണിന് നിങ്ങൾ കൊടുക്കേണ്ടത് എന്താ? പരിഗണനയല്ല, അംഗീകാരമാണ്. ഞങ്ങൾ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ചെറിയ കാര്യം. നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ? ഒരു സാധനം, ഒരു കേക്ക് ഉണ്ടാക്കി. ഇപ്പം അതിൻ്റെ ആ സീസണാണല്ലോ, യൂട്യൂബിൽ നോക്കി കേക്ക് ഉണ്ടാക്കൽ. നിങ്ങളൊരു കേക്ക് ഉണ്ടാക്കി. എന്നിട്ട് ആ കേക്ക് മുറിച്ച് നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തു, നിങ്ങളും കഴിച്ചു, എല്ലാവർക്കും കൊടുത്തു. ഒരു കഷ്ണങ്ങൾ ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് മൂടി വെക്കും. അതാർക്കാ? പറയൂ. വേറെ ആരെയും വരാനുണ്ടോ? ആർക്കാ? നട്ടപ്പാതിരക്ക് എപ്പോഴെങ്കിലും ഒരു ചങ്ങായി വരിക, എന്നാലും ഇരുന്ന് മൂടി വെക്കും. നിങ്ങൾക്കൊരു സുഖം കിട്ടില്ല അല്ലേ?
അതുകൊണ്ട് ഒരു കഷ്ണം എടുത്ത് മൂടി വെച്ചില്ലെങ്കിൽ കിട്ടുമോ? ഇല്ല. എന്തിനാ നിങ്ങൾ മൂടി ചെയ്യുന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ പരിഗണിക്കണം. ചായക്കാവ് വേണ്ട. ഒരു കയറി വരുമ്പം തന്നെ ഞാനിന്നേ ഒരു കേക്ക് ഉണ്ടാക്കി, ആർക്കും അത് കേക്ക് കട്ടി അവിടുന്ന് കഴിഞ്ഞിട്ടും. എന്നാൽ അതുപോലെ അയാൾ നിങ്ങളെ പരിഗണിക്കണമെന്ന് നിങ്ങൾ മോഹിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് നിങ്ങളെ പരിഗണിക്കാൻ നോക്കില്ല. അയാൾക്ക് എന്താ വേണ്ടത്? അംഗീകാരം. പക്ഷെ അയാൾ നിങ്ങളാണ് അംഗീകരിക്കും. നിങ്ങൾക്കാണെങ്കിൽ അതുകൊണ്ട് സംതൃപ്തം ആവില്ല. ഇതാണ് കുടുംബത്തിൻ്റെ പ്രശ്നം. ഈ ഭർത്താവിനെ അംഗീകരിച്ച് പരിഗണിച്ചാൽ ഭർത്താവ് ഓക്കെയാണ്. ഉണ്ടോ? ഞാൻ ഈ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങൾ ആരോടും പറയണ്ട. ഉണ്ടോ? ഒരു കാര്യം കൂടി. ശരിക്ക് ഈ പാവങ്ങളാണുങ്ങളാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറഞ്ഞുതരും. എനിക്ക് ഉത്തരം പറഞ്ഞുതരുമോ? അമ്മായിമ്മനെ മാനേജ് ചെയ്യാനാണോ അമ്മായിയപ്പനെ മാനേജ് ചെയ്യാനാണോ പാട്? അതല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ പിന്നെ കച്ചറുണ്ടാക്കാൻ വന്നിട്ട് അങ്ങനെ? ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞാൽ അമ്മോശനക്ക് മനസ്സിലാവും. ശരി മോളെ അങ്ങനെ ചെയ്തു പറയും. അമ്മായിമ്മക്കോ മനസ്സിലായാലും തള്ള കിടന്ന് ഉരുളും. ഇല്ലേ? നിങ്ങളുടെ ഭർത്താവിൻ്റെ അനിയന്മാരെ ഏട്ടന്മാരെ മാനേജ് ചെയ്യാനാണോ നാത്തുമാരെ മാനേജ് ചെയ്യാനാണോ പാട്? ഭർത്താവിൻ്റെ പെങ്ങന്മാരെ മാനേജ് ചെയ്യാനാണോ പാട്? അനിയന്മാരെ ഏട്ടന്മാരെ മാനേജ് ചെയ്യാനാണോ പാട്? പറയൂ, കേൾക്കട്ടെ. തന്നെ പെങ്ങന്മാരെ ഇടയ്ക്കൊന്ന് പുരയ്ക്ക് വരും. ഒരു പുകട്ടൊരു പോക്ക പുകേ അല്ലേ? എന്നിട്ട് അമ്മായിമ്മ ഒരു വിധമൊക്കെ നമ്മൾ സോപ്പിട്ട് നിർത്തി ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് അമ്മായിമ്മനെ പോയി കണ്ട് എന്താ അങ്ങനെ ഇതെന്താ അങ്ങനെ പോയി. എന്നിട്ട് പിന്നെ അവൾ പോയി കഴിഞ്ഞാൽ ഈ പുകന്നായിട്ട് ഇങ്ങനെ പുകഞ്ഞ് ആകെ പ്രശ്നമായി, അടിയായി, ഒക്കെ ഒരു സന്തോഷമായി. അപ്പം ആരാ പ്രശ്നക്കാര്? ഞാൻ ഒന്നുകൂടി പറയാം, അപ്പം അടങ്ങിന്ന് കേൾക്കണം കേട്ടോ. ശരിക്കും പാപങ്ങൾ അതെങ്കിലും ഉണ്ടാത്ത് ആണുങ്ങളാ. ഒരിത്തിരി സ്നേഹം കൊടുത്താണ്ടല്ലോ ഈറ്റിങ്ങൾ എന്തും ചെയ്യും. ലോകത്തെ ഏത് ചക്രവർത്തിയും എല്ലാ ആടയാഭരണങ്ങളും അഴിച്ചു വെച്ച് പച്ചയായി നിൽക്കുക ഭാര്യൻ്റെ മുമ്പിലായിരിക്കും. ചക്രവർത്തി ഇങ്ങനെ സ്വർണ്ണമൊക്കെ ഇട്ട് ഫുള്ള് ആഭരണമൊക്കെ ഇട്ട് നോം പറഞ്ഞ് നിൽക്കൂലല്ലോ ഭാര്യൻ്റെ മുമ്പിൽ. അതാണ് ഭാര്യൻ്റെ പ്രത്യേകത. ഏത് ഭാര്യക്കും ഒരല്പം മാനേജ്മെൻറ്റ് ടെക്നിക്ക് ഉണ്ടെങ്കിൽ ഈ ചെങ്ങ അടിച്ച് മുറിച്ച് കയ്യിലിടുക. അതിനാദ്യം വേണ്ട എന്താ അറിയോ? അയാളാണ് പഠിക്കണം. ഒരു വീടെടുക്കാൻ പ്ലാൻ വരയ്ക്കുമ്പോൾ ആദ്യം ചെയ്യാൻ എന്താ എഞ്ചിനീയർ അറിയോ? ആ സ്ഥലത്തെ കുറിച്ചാണ് പഠിക്കും. ഈ സ്ഥലം എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ രീതി, ഇവിടെ എന്ത് തരം വീടുണ്ടാക്കാൻ പറ്റുമെന്നാണ് പഠിക്കുന്നിട്ടാ പോരണ്ടാക്കുക. നിങ്ങളുടെ ഭർത്താവിന് ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളാണ് പഠിക്കുക. ഇയാൾ എവിടെയാണ് ഇയാളുടെ വീക്ക് ഏരിയകൾ, എന്തൊക്കെയാണ് മൂപ്പരെ സാധനങ്ങൾ, ഇഷ്ടമെന്ത്, ഇഷ്ടമില്ലാത്തതെന്ത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞിട്ട് 24 കൊല്ലമായി കച്ചറുണ്ടാക്കിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരിക. ഞാൻ ആ ഭർത്താവിനെ മാത്രം വിളിച്ചു ചോദിച്ചു, ശരിക്കും എന്തെങ്കിലുമുള്ള പ്രശ്നം? അയാൾ ഒരൊറ്റ പ്രശ്നമാണ് പറഞ്ഞത്. അതെന്താണെന്നറിയോ? സാറേ, ഞാൻ ഇത്തിരി ഒരു വൃത്തി ഓവറുള്ള കൂട്ടത്തിലാണ്, നിങ്ങൾ വേണമെങ്കിൽ വസ്വാസം എന്ന് പറഞ്ഞോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറയില്ല, നിങ്ങൾ എന്നെ പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ. ഉണ്ട്, ഞാൻ കുളിക്കാൻ കയറുമ്പോൾ എൻ്റെ തോർത്ത് ഉണങ്ങിക്കണം. നനഞ്ഞ തോർത്ത് എനിക്ക് കുളിക്കാൻ ഇഷ്ടമല്ല. ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എൻ്റെ പെണ്ണുങ്ങളോട് പറയുന്നുണ്ട്, എടി ഞാൻ കുളിക്കാൻ കയറുമ്പോൾ എൻ്റെ തോർത്ത് ഉണങ്ങിയ തോർത്ത് വെക്കണേ. 22 കൊല്ലമായിട്ടും കുളിക്കാൻ കയറിയാൽ നനഞ്ഞ തോർത്താക്കാണ്. എത്ര സുഖം നോക്ക് നിങ്ങൾ. ഒരു തോർത്തേ 15 ഉറുപ്പിട്ടേ അല്ലേ? അല്ലല്ലോ എൻ്റെ വില. ആ പെണ്ണിനൊരു 10 തോർത്ത് വാങ്ങിച്ചൂടെ വീട്ടിൽ? എന്നിട്ട് അയാൾ വരുമ്പോൾ അതാ ഉണങ്ങിയെടുത്തോളി പ്രശ്നം കഴിഞ്ഞ്. പക്ഷെ മക്കള് ബാത്റൂമിൽ പോകും, ആ തോർത്ത് നനച്ച് കുളിച്ച് മൂലക്കലിടും. ഇയാൾ പണി കഴിഞ്ഞ് വന്ന് കുളിക്കാൻ കയറുമ്പോൾ ആ തോർത്തിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങും കച്ചറ. പിന്നെ പുരയിൽ നേരം വെളുക്കണ വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. ആ പെണ്ണിന് ആ തോർത്തൊന്ന് ഉണക്കിച്ചൂടെ? എന്ത് മാനേജറാത് കണ്ടങ്ങള്? അപ്പൊ ഇയാളെ മനസ്സിലാക്കിയാൽ മതി. ഇയാൾക്ക് കുറച്ച് ഇങ്ങനെ വസ്വാസം ഉണ്ട്, അതാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കാം, അതാണ് ചെയ്തെടുത്തേക്കാം, കഴിഞ്ഞ്. ചെറിയ പ്രശ്നമേ ഉള്ളൂ. ഇതിനെന്ത് കൗൺസിലിങ്ങാ? ഞാൻ ഇയാൾക്ക് എന്താ വേണ്ടി തോർത്ത് ഉണക്കി കൊടുക്കണോ? എനിക്ക് പോയി ഉണക്കി കൊടുക്കാൻ പറ്റും ആളെ വീട്ടിൽ തോർത്ത്? അയാൾ പറഞ്ഞു എനിക്കിത് മാത്രം മതി. അപ്പം ആ പെണ്ണ് പറയാം, ഇത് മാത്രമൊന്നുമല്ല സാറേ, ഇത് മാത്രമൊന്നുമല്ല. ഞാൻ ചോദിച്ചു പിന്നെന്താ? അയാൾക്ക് പത്രം വെച്ചു കൊടുത്ത് കാണണം. നമ്മൾ പത്രം വെച്ചു കൊടുത്ത് വെച്ചാൽ പോരെ? നിങ്ങളെന്തിനാ പത്രം തടുക്കളെ കൊണ്ടേക്കണേ? അയാൾ പുരയ്ക്ക് വരിക രാവിലെ പോയാൽ വൈകുന്നേരം, അപ്പോഴേക്കൊരു 5 മിനിറ്റോ 10 മിനിറ്റോ എടുത്തിട്ട് ഉള്ളോടത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ കാത്തുന്ന പ്രശ്നം തീർന്ന്. ഈ ഒരു ചെറിയ പ്രശ്നത്തിന് വേണ്ടി കച്ചറോട് കച്ചറ, മക്കളുമായിട്ടും കച്ചറ, ഭക്ഷണം, ആകെ വീടിൻ്റെ അവസ്ഥ ആകെ മോശം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്,
മനസ്സിലാക്കുക എന്നതാണ് മഹത്തരമാക്കി മാറ്റാൻ, നിങ്ങളുടെ കുടുംബം ഏറ്റവും മനോഹരമാക്കാൻ ഏറ്റവും നല്ലത്. ഉടക്കാൻ ചെല്ലരുത് ആണുങ്ങളോട്. ഈ ഇമ്മാതിരി ഒരു സാധനം വേറെ ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഭർത്താവിൻ്റെ കൂടെ ഇങ്ങനെ കാർ ഓടിച്ച് പോവാണ്. ഭർത്താവ് ഓടിക്കുന്നു, നിങ്ങൾ മുതലാളി ഇരിക്കുന്ന സീറ്റിലിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ കല്യാണം കഴിച്ചിട്ട് പാകം കിട്ടിയൊരു ഗുണം എന്താ വെച്ചാൽ സ്വന്തമായിട്ടൊരു ഡ്രൈവറെ കിട്ടിയില്ലേ? വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി ഇപ്പോൾ സ്വന്തമായിട്ട് ഡ്രൈവറില്ല. നിങ്ങൾക്ക് കിട്ടിയില്ലേ? കിട്ടി. നിങ്ങളും ഭർത്താവും കൂടി കാർ ഓടിച്ച് ഇങ്ങനെ പോവാണ്. റോട്ടിൽ കൂടി ഇങ്ങനെ മര്യാദയ്ക്ക് കാർ ഓടിച്ച് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഇടയിലുള്ള ഒരു റോഡിൽ നിന്ന് ഒരു കാറ് പെട്ടെന്ന് നിങ്ങളെ ഭർത്താവിൻ്റെ കാറിൻ്റെ മുമ്പ് കണ്ടെടുത്ത് അയാൾ ചാവുട്ടി അങ്ങോട്ട് നിർത്തി. നിങ്ങളെ ഭർത്താവിന് സന്തോഷം വരുമോ ദേഷ്യം വരുമോ? സന്തോഷം വരും. എന്താ വരിക? ദേഷ്യം കണ്ട് വന്നിട്ട് മൂപ്പരും കണ്ട് ഷൂട്ടപ്പ് ചെയ്ത് വരും അല്ലേ? വരും. ഉടൻ ആ മുന്നോട്ടെടുത്ത കാറുകാരൻ നിങ്ങളുടെ ഭർത്താവിനോട് ചോദിക്കുകയാണ്, എങ്ങോട്ടൊക്കെയാടാ വണ്ടി എടുക്കണത്? ഓൻ്റെ അടുത്താ തെറ്റ്. ഇനി ആ ദേശീയ പാതയിൽ ഒരു വണ്ടിയും പോവില്ല. നിങ്ങളെ ഭർത്താവ് ഡോറ് തുറന്നുണ്ടാവും, ഇറങ്ങിയിട്ടുണ്ടാവും, ഓനെ പോയി തല്ലിയിട്ടുണ്ടാവും അല്ലേ? കണ്ടങ്ങൾ ഉടയ്ക്കാ വിടൂലയിച്ചത്. അതെല്ലാ ജന്തുക്കൾ, എല്ലാ ആൺജന്തുവിൻ്റെയും പ്രത്യേകതയാണ്. എന്നാൽ ആ മുന്നോട്ടെടുത്ത കാറുകാരൻ ഭർത്താവ് ദേഷ്യം പിടിച്ചപ്പോൾ ആ കാറുകാരൻ ആ കാറിന്ന് കൈകൊണ്ട് പറഞ്ഞ് സോറി കേട്ടോ. ഇനി എന്താ സംഭവിക്കുക? നിങ്ങളെ ഭർത്താവ് റിവേഴ്സ് ഇട്ടിട്ട് കാറ് ബാക്കോട്ട് വെച്ചെടുക്കും. പോയിക്കോട്ടെ ഓനെ എന്നെ ഒന്ന് അംഗീകരിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ട്. സോറി തന്നെ ഉണ്ടോ? സോറി പറഞ്ഞു. ഇതാണ് ഈ ചെങ്ങായിനോട് പോയി കാണാണ് കച്ചറകൾ ആലോചിച്ചു. ഈ ചെങ്കല്ല് വെട്ടുന്ന കണ്ടില്ലേ? ചെങ്കല്ല് വെട്ടുന്ന കല്ലുവെട്ട് കുഴിയിലെ ഒരു സൂപ്പർവൈസറെ എനിക്കറിയാം. അയാൾ ഭാര്യനെയും കൊണ്ട് എൻ്റെ അടുത്ത് വരിക. എൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് പറയണേ, സാറേ നിങ്ങളൊരു കാര്യം അവളോട് പറയണം. ഞാൻ ചോദിച്ചു, എന്താ ഞാൻ പറയേണ്ടത്? നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ പറഞ്ഞാൽ മതി അവളോട്. ഞാൻ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്തൊന്നും ഉണ്ടാതെക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾക്കത് പറഞ്ഞാൽ പോലെ. അയാൾ പറഞ്ഞു, സാറേ 22 കൊല്ലം ഞാൻ അവളോട് പറയുന്നു. ഞാൻ ഈ കല്ലട്ടിക്കുഴിയിൽ ഫുൾ ആൾക്കാരും ആസാമികളും ബംഗാളികളും ഒക്കെയാണ്, ഇന്ത്യക്കാരാ. നിങ്ങൾ മര്യാദയ്ക്ക് പണിയെടുക്കില്ല. എന്നിട്ടുള്ള ചീത്ത മുഴുവൻ ഞാൻ കേൾക്കണം. ഇതൊക്കെ കേട്ട് ചീഞ്ഞ് നാറി ഞാൻ പുരയ്ക്ക് വരും. പുരയ്ക്ക് വന്നിട്ട് ഞാൻ നല്ല ചൂടാകുമ്പോഴേക്ക് ഈ പെണ്ണ് തുടങ്ങും. എന്നാ പിന്നെ ഒന്ന് കാണണല്ലോ, എന്താ നിങ്ങൾക്ക് ഒന്ന് ഇങ്ങനെ ഇതിനെ ചൂടാക്കും. അവസാനം ഇയാൾ പറയാണ്, ആസാമിക്കും ബംഗാളിക്കും കിട്ടാനുള്ള തല്ലൊക്കെ ഓളോട് വാങ്ങിക്കും. ഒന്നും ഉണ്ടാന്നാ പോരെ. അപ്പൊ ചില സമയത്ത് നമ്മൾ നമ്മുടെ ഭർത്താവിനെ അല്പമൊന്ന് മാനിച്ചാൽ, അല്പമൊന്ന് ഒതുങ്ങിക്കൊടുത്താൽ ചിലപ്പോൾ വലിയ ഇഫക്റ്റ് കുടുംബത്തിനകത്തുണ്ടാകും. നിങ്ങൾക്ക് വേണ്ടത് അംഗീകാരമല്ല, നിങ്ങൾക്ക് വേണ്ടത് പരിഗണനയാണ്. കണ്ടോ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേക്ക് മുറിച്ചപ്പോൾ ഒരു കഷ്ണം കേക്ക് നിങ്ങൾ ഭർത്താവിന് എടുത്തു വെച്ചു. അത് എടുത്തു വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മൂപ്പരൊന്നും പറയില്ല. പക്ഷേ ഭർത്താവ് എന്തെങ്കിലും ഒരു സാധനം ഗൾഫിൽ നിന്ന് പർദ്ദ വാങ്ങി, പെങ്ങൾക്കൊരു പർദ്ദ വാങ്ങി, ഉമ്മാക്കൊരു പർദ്ദ വാങ്ങി, ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കൂടെ നിങ്ങൾക്കും ഒരു പർദ്ദ വാങ്ങണമെന്ന് മാത്രം അല്ലേ? അത് മൂപ്പര് വാങ്ങിയില്ലെങ്കിൽ കച്ചറ നിർത്താൻ തീരൂല. അന്തമ്മക്ക് എന്താ പെങ്ങക്ക് വാങ്ങിയതല്ല നിങ്ങളെ കുഴപ്പം, നിങ്ങൾക്ക് വാങ്ങിയില്ല എന്നുള്ളതാണ്. കേക്കിൻ്റെ കഷ്ണം നിങ്ങൾ എടുത്തുവെച്ചിന്, മൂപ്പര് പക്ഷേ ആ പരിഗണിക്കപ്പെടാൻ മറന്നുപോയി. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് പെരുമാറുമ്പോഴാണ് എൻ്റെ പ്രിയമുള്ളവർ നമ്മുടെ കുടുംബം ഏറ്റവും മനോഹരമായി മാറുക. നമ്മളെ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. എൻ്റെ സ്വഭാവം എന്ത് എന്ന് മനസ്സിലാക്കണം. ഞാൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം. എൻ്റെ കൂടെ ജീവിക്കുന്നവർ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം. മക്കളെ കൃത്യമായി മനസ്സിലാക്കണം. എല്ലാവരും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുകൊണ്ട് നല്ല ഒരു കുടുംബം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, പ്രിയമുള്ള ഉമ്മമാരെ, നിങ്ങളാണ് നന്നാവേണ്ടത്. ഞാൻ ഒന്നുകൂടി പറയാം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വാക്കുണ്ട്, ഒരു ആണിന് വിദ്യാഭ്യാസം കൊടുത്താൽ ഒരു വ്യക്തിക്ക് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുത്തു എന്നാണ്. പെണ്ണിന് വിദ്യാഭ്യാസം കൊടുത്താൽ ഒരു കുടുംബത്തിന് വിദ്യാഭ്യാസം കൊടുത്തു എന്നാണ്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, യു എഡ്യൂക്കേറ്റ് എ പേഴ്സൺ. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, യു എഡ്യൂക്കേറ്റ് ദ എൻറ്റയർ ഫാമിലി. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കാണ്. അപ്പോൾ പെണ്ണ് കൃത്യമായി ഒരു വീട്ടിനകത്ത് മാനേജ്മെൻറ്റിലേക്ക് മാറുമ്പോൾ ആ കുടുംബം ഏറ്റവും സുന്ദരമായി മാറും. ഇനി രണ്ടാമത്തെ ഒരു ഭാഗം മക്കളാണ്. മക്കളെ കൊണ്ട് ഏറ്റവും ഉപകാരം കിട്ടുക ആർക്കാണ്? ഉമ്മക്കാണോ ബാപ്പക്കാണോ? പറയൂ.
മക്കളെ കൊണ്ട് ഏറ്റവും ഉപകാരം കിട്ടുക ഉമ്മക്കാണോ ബാപ്പക്കാണോ? ആർക്കാ? അപ്പക്കാ? ഉമ്മാക്ക്. അപ്പാക്കല്ല. അപ്പോൾ നിങ്ങൾ തന്നെ പോറ്റിക്കോ, നിങ്ങൾക്ക് തന്നെ ഉപകാരം കിട്ടുക അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഗൾഫിൽ സൗദി അറേബ്യയിൽ ജിദ്ദയിൽ ജോലി ചെയ്യുന്നു മകൻ. ബാപ്പയും ഉമ്മയും കൂടി ഉംറക്ക് വന്നു. ജിദ്ദയിലുള്ള മോന് ഉംറക്ക് മക്കത്തേക്ക് പോകും അല്ലേ, മദീനത്തേക്കും പോകും അല്ലേ, പോവില്ലേ? എന്നിട്ട് ഉംറ കഴിഞ്ഞ് ഉമ്മയും ബാപ്പയും തിരിച്ചു വരുമ്പം കുറേ സാധനം വാങ്ങിക്കൊടുക്കും. ആർക്ക്? പറയൂ, ആർക്ക്? ഉമ്മാക്ക്. ബാപ്പാക്കോ? ബാപ്പാക്ക് എപ്പോഴും വാങ്ങിക്കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, ടോർച്ച്. ഈ മക്കളെ ചെയ്യാറെന്താ അറിയാം, നമുക്ക് ഈ വയസ്സാകുമ്പോൾ ടോർച്ച് ആവശ്യം എന്നാ. നിങ്ങളെ വീട്ടിൽ പോയി വെക്കേണ്ടി, ഗൾഫിൽ ഭർത്താക്കന്മാരുള്ള ഭാര്യമാരൊക്കെ വീട്ടിൽ പോയി വെക്കേണ്ടി ബാപ്പാൻ്റെ ആൾമാരിൽ ഒരു 10 ടോർച്ചെങ്കിലും ഉണ്ടാവും. എന്നാലും അവൻ പിന്നെയും കൊണ്ടുവരുന്നൊരു ബാപ്പ അത് ഭയങ്കര പവറാ, തെങ്ങിന് വിളക്കൊക്കെ നോക്കിയാൽ എനിക്ക് കിട്ടും. ബാപ്പ ഇത് എന്തിനാ ടോർച്ച്, എന്തായാലും കിടക്കട്ടെ ഇവിടെ അല്ലേ. എത്ര ടോർച്ച് ഇട്ട് നിങ്ങൾ എണ്ണി നോക്കട്ടെ ഗൾഫുകാരെ വീട്ടിലുണ്ടെങ്കിൽ. ബാപ്പാക്ക് കൊടുക്കുക ടോർച്ച്. അതുകൊണ്ട് പെട്ടി കെട്ടി പൊളിച്ച് ടോർച്ചും കെട്ടെടുത്താൽ ബാപ്പാട് പോകും. എൻ്റെ കിട്ടി അവിടെ നിൽക്കടാ, ശരി, അസ്സലാമു അലൈക്കും. ഉമ്മക്ക് എന്തൊക്കെ ഉണ്ടാവുക അല്ലേ? എന്തൊക്കെ ഉണ്ടാവുക? പിസ്ത, ബദാം, വെച്ചണ്ട് അല്ലേ? പിന്നെന്താ? പിന്നെയും ചോദിക്കൂ, ഉമ്മക്ക് എന്താ വേണ്ടി, ഉമ്മക്ക് എന്താ വേണ്ടി, ഇത് വേണമ്മ, ഇത് വേണമ്മ. ബാപ്പക്ക് എന്താ വേണ്ടി ചോദിക്കുമോ? അണ്ടിപ്പരിപ്പ് അതാ പറയില്ല, കണ്ടില്ലേ നിങ്ങൾ? അപ്പൊ കുട്ടി ഇനി നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ പിരിയാൻ തീരുമാനിക്കുകയാണ്, അടിച്ചായിട്ട് പിരിയാൻ തീരുമാനിക്കുകയാണ്. തെറ്റ് മുഴുവൻ നിങ്ങളുടെ ഭാഗത്താണ്. മക്കൾ ആരെ കൂടെ നിൽക്കും? ഉമ്മാൻ്റെ കൂടെ, പാപ്പാൻ്റെ കൂടെ നിൽക്കില്ല. അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇല്ല. ഇനി ബാപ്പാണ്ട് മരിച്ചു കഴിഞ്ഞായിരിക്കുക, ഉമ്മനെ നോക്കാൻ ആൾക്കാർ വരിക്കും. കാരണം എന്താ? കിട്ടിയ അടുപ്പിൽ ഊതിക്കാം, വല്ല ഗോതമ്പോ എന്തെങ്കിലും പിന്നെ ഉണക്കാനിട്ടാൽ കാക്ക വരുന്നോടത്തിരുത്താം, കുട്ടി അപ്പിയിട്ടാൽ കഴുകിക്കാം. എപ്പോഴെങ്കിലും ഒന്ന് ഉമ്മ വിറകൊന്ന് പുറത്തേക്ക് ഇരുന്ന് നോക്കണേന്ന് പറയാം, വിസിൽ 2 ആയാലും ഓഫാക്കണേന്ന് പറയാം. നമ്മ മരിച്ച് ബാപ്പ ബാക്കിയായി. ഇതിനാ ചെങ്ങനെ പറ്റുക? ഇതിനെ പറ്റുക? അപ്പം നിങ്ങൾ എന്താ പറയുക? ബാപ്പ ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ആൾക്കാർ പറയൂ. അതുകൊണ്ട് ഞങ്ങൾ ആണുങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്നറിയോ? എന്താ? ഞങ്ങൾ മരിച്ചിട്ടേ ഭാര്യ മരിക്കാവുന്നതാണ്. കാരണം എന്താ? ഉമ്മ മരിച്ചു പോയാൽ ബാപ്പനെ നോക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ബാപ്പ മരിച്ചു പോയാൽ നിങ്ങൾക്ക് വലിയ കിട്ടലാണ് കിട്ടുക, സങ്കടമൊക്കെ ഉണ്ടെങ്കിലും. കാരണം ഉമ്മനോട് കിട്ടും. പിന്നെ ഉമ്മനെ കൊണ്ട് നിർത്തിയാൽ എന്തൊക്കെ ഗുണം അറിയോ? ഒന്നുമില്ലെങ്കിൽ ഒരാളുണ്ടാവും അവിടെ പറയില്ലേ, ബാപ്പേ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അച്ഛൻ കൈ കേൾക്കുമോ? ബാപ്പ അപ്പം പോണ്ട, ഓടിയ അവിടുന്ന് ഞാനെന്നോട് പറയാം, മുമ്പിൽ പോവും. ഉണ്ടെങ്കിൽ അപ്പൊ കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ കൊണ്ട് ഗുണം കിട്ടുക ഉമ്മക്ക് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടതും. കാരണം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആരോടാണ് ഏറ്റവും കൂടുതൽ ബാധ്യത റസൂലെ എന്ന ചോദ്യത്തിന് 3 പ്രാവശ്യം എണ്ണിയത് ഉമ്മയെ ആണ് എന്നതുകൊണ്ട് ഉമ്മ തന്നെയാണ് പ്രധാനം. അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ബാപ്പ 4ാം സ്ഥാനം മതി, ഞങ്ങൾ അതിന് സംതൃപ്തരാണ്, പ്രശ്നമില്ല. പക്ഷേ ഈ കുട്ടി കേടുവന്നാൽ, ഈ കുട്ടി പ്രശ്നത്തിലായാൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും ആരാണ്? ബാപ്പയാ. ഒരു പെൺകുട്ടി ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോവാൻ നിൽക്കുമ്പോൾ ബാപ്പ എന്താ പറയുന്നറിയാം? പൊടി അവിടെ നിന്നാ പറയാ. പക്ഷെ പെറ്റ തള്ള പിടിച്ചവിടെ വെക്കും, വിടൂല, വിടൂല. കുട്ടി വെടക്കായാൽ ഏറ്റവും സങ്കടപ്പെടുക നിങ്ങളാണ്. കുട്ടി നന്നായാൽ ഏറ്റവും ഗുണം കിട്ടുക നിങ്ങൾക്കാണ്. അതുകൊണ്ട് ഈ മക്കളെ വളർത്തുന്നതിൽ ഏറ്റവും വലിയ ശ്രദ്ധ എൻ്റെ പ്രിയമുള്ള ഉമ്മമാർ നൽകണം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുകയാണ്. ഇനി മക്കളിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ മക്കളുടെ പ്രത്യേകത എന്താ? 2 വാക്കുകൾ എൻ്റെ പ്രിയമുള്ള ഉമ്മമാർ ഓർക്കണം. ഞാനിനി ഉമ്മമാരോടാ പറയുന്നത്, മക്കളോടല്ല. ഒന്ന്, വളരൽ. എന്താ വാക്ക്? വളരൽ. 2, വളർത്തൽ. ഈ 2 വാക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു വ്യത്യാസമില്ലേ? വളരൽ, വളർത്തൽ, എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. എന്താ വ്യത്യാസം പറയൂ? വളരൽ എന്നത് സ്വാഭാവികമാണ്, ആരും ഇടപെടൂല, അതാണ്ട് വളർന്നോളും. വളർത്തലോ നമ്മൾ ഇടപെടും, നിയന്ത്രിക്കും, പിന്നെ തിരുത്തും. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞാനൊരു മാവ് കുഴിച്ചിട്ടിട്ടുണ്ട്. ആ മാവ് ഞാൻ വളർത്തണം. എൻ്റെ പറമ്പിലൊരു മാവ് വളരുന്നുണ്ട്.
പറമ്പിലെ മാവ് അങ്ങനെ വളരും, അപ്പക്കട്ടകരമായി വളരും. എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള മാവിൻ്റെ കൊമ്പ് എത്ര ഉയരം വെക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, എങ്ങോട്ട് വരണമെന്ന് ഞാൻ തീരുമാനിക്കും. എൻ്റെ വീട്ടിലൊരു കോഴിയുണ്ട്, ഞാൻ വളർത്താണ്. ആ കോഴി എപ്പോൾ ഭക്ഷണം കഴിക്കണം ഞാൻ തീരുമാനിക്കും, ഞാൻ ഇടപെടും, ഞാൻ നിയന്ത്രിക്കും. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഉമ്മമാരോട് ഒരൊറ്റ വാക്ക്, ഒരൊറ്റ മക്കളെയും വളരാൻ അനുവദിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? വളർത്തണം. ഒരൊറ്റൊന്നിനും വളരാൻ സമ്മതിക്കരുത്, വളർത്തണം. കൃത്യമായ നിയന്ത്രണങ്ങൾ വീട്ടിനകത്തുണ്ടാവണം, കൃത്യമായ നിയന്ത്രണം. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാധനം എന്താ അറിയോ? കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം എന്താ? എല്ലാവരും അങ്ങനെ ഉണ്ടല്ലോ, എല്ലാവർക്കും ഫോൺ ഉണ്ടല്ലോ, എല്ലാവരും ടൂറോ ഉണ്ടല്ലോ, എല്ലാവരും ലെഗിങ്സ് ഇടുണ്ടല്ലോ, എല്ലാവരും ഷോൾ ഇങ്ങനെയുള്ള കുട്ടുന്ന്, എല്ലാവരും പാട്ടുപാടി ഉണ്ടല്ലോ. അപ്പം നമുക്ക് എന്താ പറയാൻ പറ്റുക? കുട്ടികളോട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ തലശ്ശേരിയും പയ്യോളിയും വടകരയും ഒക്കെ നിങ്ങൾ പെരുന്നാളിൻ്റെ സമയത്ത് പോയി നോക്കേണ്ടി 3 പെണ്ണുങ്ങൾ ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ടാവും. 1 ഉമ്മാമ, 2 ഉമ്മ, 3 മോള്. ഉമ്മാമ പൊതച്ചണ്ട് മൂടി ഒരു മക്കനിൻ്റെ മുകളിൽ വേറൊരു മക്കനെ കിട്ടുന്നുണ്ടാവും. മോളോ ഇത്തിരി ഷെയ്പ്പൊക്കെ ഉള്ള പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ മോളോ മര്യാദ കൊടുത്തിട്ട് തന്നെ ഉണ്ടാവില്ല. അതിൻ്റെ മോളുണ്ടാവുമ്പോൾ ഇനി ഉടുക്കുമെന്ന് പഠിച്ചവനറിയാം. തലമുറ ഇങ്ങനെ മാറുകയാണ്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളെ കുട്ടിയെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മുസ്ലിം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കീഴൊതുങ്ങിയവൻ എന്നാണ്. എന്തിന് കീഴൊതുങ്ങിയവൻ? അള്ളാഹ്ക്കും അള്ളാഹിൻ്റെ കൽപ്പനകൾക്കും. അള്ളാഹ് നമുക്ക് കുറേ സാധനം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഡൂസ്. രണ്ടാമത്തെ ലിസ്റ്റ് ഉണ്ട് ഡോണ്ട്. ചെയ്യരുത്, ഇത് ചെയ്യണം. ചെയ്യണം എന്ന് പറയുന്നത് ചെയ്യാവൂ, ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താ എനിക്ക് പാൻ്റ് ഇട്ടാൽ അള്ളാഹ് പറഞ്ഞിടരുതെന്ന് ഇടാൻ പറ്റൂല. എന്താ എനിക്ക് സിനിമയ്ക്ക് പോയാൽ അള്ളാഹ് പറഞ്ഞിന് കാണരുതെന്ന് കാണാൻ പറ്റൂല. എന്താ പ്രേമിച്ചാൽ ഹറാമാണ് അള്ളാഹ് പറഞ്ഞിന് പറ്റൂല. കഴിഞ്ഞു. എന്ത് രസമുണ്ട്, എല്ലാവരും ചെയ്യണ്ടല്ലോ, ചെയ്തോട്ടെ, നമുക്ക് പറ്റൂല. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും വീട്ടിനകത്ത് നിങ്ങളൊരു ജീവിതം ഉണ്ടാക്കുകയും വേണം. നിങ്ങളുടെ വീട്ടിനകത്തൊരു ജീവിതം ഉണ്ടാവണം. എങ്ങനെ വീട്ടിനകത്ത് ജീവിതം ഉണ്ടാവുക? എങ്ങനെ ഉണ്ടാവുക? ആ ഒരു കളിയും ചിരിയും രസവും ഒക്കെ കൂടിയിരിക്കുമ്പോൾ ഉണ്ടാവണം. എൻ്റെ പ്രിയമുള്ള ഉമ്മമാർ ചിന്തിക്കേണ്ടത് വീടിൻ്റെ പ്ലാൻ ഇങ്ങനെ എടുക്കുക. വീടിൻ്റെ പ്ലാൻ എടുത്ത് അങ്ങക്ക് കാണാം കിച്ചൺ. എന്തിനുള്ള? വർക്ക് ഏരിയ, ബാത്റൂം, ബെഡ്റൂം, ഡൈനിങ് റൂം, സിറ്റ് ഔട്ട്, ഇതൊക്കെ പ്ലാനിലുണ്ടാവും അല്ലേ? ഒരു റൂമിൻ്റെ അടുത്ത് എൻജിനീയർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ലിവിങ് റൂം. നിങ്ങൾ കണ്ടോ? എന്താ ലിവിങ് എന്ന് പറഞ്ഞ അർത്ഥം? ജീവിതം എന്നാണ്, ജീവിക്കാനുള്ള റൂം. മറ്റോടത്തൊക്കെ ശവ ആണ്. ആ റൂമിനകത്താണ് നിങ്ങൾ ജീവിതം ഉണ്ടാക്കേണ്ടത്. ഭാര്യയും ഭർത്താവും മക്കളും വീട്ടിലുള്ളവരെല്ലാം ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ് ലിവിങ് റൂം. അതിനാണ് സോഫ അങ്ങനെ യു ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചത്. ആ റൂമിനകത്ത് എല്ലാവരും കൂടി ഇരുന്ന് ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് ഉഷാറായി ജീവിക്കേണ്ടത്. ആ വീട്ടിനുള്ളിൽ നിങ്ങളൊരു ജീവിതം ഉണ്ടാക്കണം. എൻ്റെ മുമ്പിലിരുന്ന് ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സ്ത്രീകളും കൃത്യമായ ഒരു മാനേജ്മെൻറ്റിലേക്ക് നിങ്ങളുടെ വീടിനെ കൊണ്ടുപോകണം. ഒരു ഉമ്മാക്ക് കൃത്യമായ നിസ്കാരമുണ്ടെങ്കിൽ മക്കൾക്ക് നിസ്കാരം ഉണ്ടാവും. ബാപ്പാക്കുണ്ടെങ്കിലോ? ഉണ്ടാവോ? ഇനി ബാപ്പാക്ക് നിസ്കാരം ഇല്ല, ഉമ്മാക്കുണ്ടെങ്കിലോ? കുട്ടിയൊക്കെ നിസ്കാരം ഉണ്ടാവും. ബാപ്പ ഭയങ്കര നിസ്കാരക്കാരനാണ്, ഉമ്മക്കില്ലെങ്കിലോ? ബാപ്പ ഭയങ്കര ഖുർആനോത്തുകാരനാണ്, ഉമ്മക്കില്ലെങ്കിലോ? അപ്പം ആരാണ് ഒരു വലിയ മാറ്റത്തിന് തയ്യാറാവേണ്ടത്? അപ്പം നിങ്ങളുടെ കുടുംബത്തെ മനസ്സിലാക്കി. ഇനി ഇയാൾ ഫുള്ള് പെണ്ണുങ്ങളോടുള്ള പറഞ്ഞ് ആണുങ്ങൾക്കൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയരുത് കേട്ടോ. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ വന്നതാണ്, നിങ്ങളോടല്ലാതെ ആണുങ്ങളോട് വേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായ ഒരു മാനേജറായിട്ട് മാറിയാൽ നിങ്ങളുടെ മക്കൾ തെറ്റിപ്പോവില്ല. കുടുംബത്തിനകത്ത് സന്തോഷം ഉണ്ടാവും. എന്തൊരു രസം ഉണ്ടാവുന്നൊരു ജീവിതം, അതിമനോഹരമാകും. സ്വയം സംതൃപ്തരാവുക, സ്വയം സന്തോഷവതിയാവുക, സ്വയം സമാധാനപ്പെടുക. അപ്പോൾ നിങ്ങൾ ഓക്കെ ആകും. എന്നിട്ട് വീട് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. മക്കളും ഭർത്താവും ഭർത്താവിൻ്റെ ആളുകളുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിൻ്റെ പെങ്ങന്മാരൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് വിവരമൊക്കെ ഒന്ന് അറിഞ്ഞ് അത് ഭർത്താവിനോട് നിങ്ങൾ പറഞ്ഞു നോക്ക്, അയാൾ ഹാപ്പിയാവും. നിങ്ങളാണ് ബന്ധങ്ങളൊക്കെ, അയൽപ്പക്ക ബന്ധം. ഭർത്താവാണോ അയൽപ്പക്ക ബന്ധം ഉണ്ടാക്കുക? ഇതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്, വീടിൻ്റെ മുഴുവൻ മാനേജ്മെൻറ്റും.
അത് കൃത്യമായി ഒരു പെണ്ണ് നിർവഹിച്ചാൽ ഒരു മക്കളും തെറ്റിപ്പോവില്ല, ഒരു ഭർത്താവിനും പ്രശ്നമുണ്ടാവില്ല, ആ വീട്ടിനകത്ത് ഒരു കാര്യവും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ബാധ്യതകളെ കൃത്യമായിട്ട് നിർവഹിച്ചാൽ ഏറ്റവും മനോഹരമാണ് കുടുംബം എന്ന് എൻ്റെ പ്രിയമുള്ള സഹോദരിമാർ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെയൊക്കെ കുടുംബജീവിതം ബർക്കത്തുള്ളതും സംതൃപ്തവുമാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെയൊക്കെ മക്കളെ ഏറ്റവും മിടുക്കരാക്കി മാറ്റാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയത്തിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.